വെൽക്കം ടു സെറ. സെറയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ നോക്കിയത് ഡെറിവേറ്റീവ്, കണ്ടിന്യൂറ്റി എന്നീ ടോപ്പിക്സ് ആണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റ്, അതായത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ്. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പവർ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. അതിനുവേണ്ടി നമുക്ക് ജി ഓഫ് എക്സ് എന്നൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ ടേംസിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി ബൈ ഡി എക്സ് ഓഫ് ജി സ്ക്വയർ ഓഫ് എക്സ്, അതായത് ജി സ്ക്വയർ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ജി സ്ക്വയർ ഓഫ് എക്സ് നമ്മൾക്ക് എങ്ങനെ എഴുതാം? ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എഴുതാം. സോ ഡി ബൈ ഡി എക്സ് ഓഫ് ജി സ്ക്വയർ ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. നമ്മൾക്കിനി പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. എന്താണ് പ്രൊഡക്റ്റ് റൂൾ? ഡെറിവേറ്റീവ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് യു വി ഈക്വൽ ടു derivative of product of two functions equal to first function into derivative of second function plus second function into derivative of first function. So ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നതും ജി ഓഫ് എക്സ് ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നതും ജി ഓഫ് എക്സ് ആണ്. സോ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു, ഇവിടെ അഗെയിൻ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ആണ്, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ജി ഡാഷ് ഓഫ് എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. നമുക്ക് ഇതിന് എന്ത് പറയാൻ വേണ്ടി പറ്റും? 2 ടൈംസ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഡെറിവേറ്റീവ് ഓഫ് ജി സ്ക്വയർ ഓഫ് എക്സ് ഈക്വൽ ടു 2 ടൈംസ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. അതായത് നമ്മുടെ പവർ എന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മൾ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 ഇൻറ്റു നമ്മുടെ ഫംഗ്ഷൻ ജി ഓഫ് എക്സ്, 2 ടൈംസ് ജി ഓഫ് എക്സ് റേസ് ടു 2 മൈനസ് 1. 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ജി ഡാഷ് ഓഫ് എക്സ്. സോ ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് ജി സ്ക്വയർ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ജി ക്യൂബ് കണ്ടുപിടിക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് ജി ക്യൂബ് ഓഫ് എക്സ് ഈക്വൽ ടു, നമ്മൾക്ക് എന്ത് എഴുതാം? ഡി ബൈ ഡി എക്സ് ഓഫ് ജി ക്യൂബ് നമ്മൾക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, ജി സ്ക്വയർ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജി സ്ക്വയർ ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ആണ്. എഗെയിൻ നമ്മൾക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജി സ്ക്വയർ ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജി സ്ക്വയർ ഓഫ് എക്സ് ആണ്. ജി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. 2 ടൈംസ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ടൈമിൽ ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, 2 തവണ ജി ഓഫ് എക്സ് വരുന്നുണ്ട്. സോ അവിടെ നമുക്ക് ജി സ്ക്വയർ ഓഫ് എക്സ് വരും. അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ജി സ്ക്വയർ ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് സെക്കൻഡ് ടൈമിലുള്ള ജി ഓഫ് എക്സും മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജി സ്ക്വയർ ഓഫ് എക്സ് കിട്ടും. അതായത് 2 ടൈംസ് ജി സ്ക്വയർ ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജി സ്ക്വയർ ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നതും ജി സ്ക്വയർ എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ഉണ്ട്, പക്ഷേ 2 ടൈംസ് ആണ്. സോ നമ്മൾക്ക് ടോട്ടൽ 3 ടൈംസ് ജി സ്ക്വയർ ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് കിട്ടും. സോ ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് ജി ക്യൂബ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് എന്താ സംഭവിച്ചത്? പവർ എന്ന് പറയുന്നത് 3 ആയിരുന്നു. സോ പവർ കൊണ്ട് നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു, അതിനുശേഷം പവറിന്ന് 1 കുറച്ചു, 3 മൈനസ് 1 2. സോ 3 ടൈംസ് ജി സ്ക്വയർ ഓഫ് എക്സ്. നെക്സ്റ്റ് ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, ജി ഡാഷ് ഓഫ് എക്സ്. സോ ഡെറിവേറ്റീവ് ഓഫ് ജി ക്യൂബ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 ടൈംസ് ജി സ്ക്വയർ ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. നമ്മൾ ഇനി ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ജി റേസ് ടു എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഡെറിവേറ്റീവ് ഓഫ് ജി റേസ് ടു എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ പവർ എൻ ആയിരുന്നു. സോ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എൻ ടൈംസ് ജി ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഇതാണ് നമ്മുടെ പവർ ഓഫ് ഫംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു ജി ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ജി ഡാഷ് ഓഫ് എക്സ്. സോ ഇതാണ് പവർ ഓഫ് എ ഫംഗ്ഷൻ
റൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് g of x whole cube where g of x is x raised to 4 plus 2x square. സോ നമ്മൾ കണ്ടുപിടിക്കണം എന്താണ്, ജി എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, വേർ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ ആണ്. ഫസ്റ്റ് ബൈ യൂസിങ് പവർ ഓഫ് എ ഫംഗ്ഷൻ റൂൾ, then by expanding the cube and differentiating directly compare the answers. നമ്മൾക്ക് ആദ്യം ഡയറക്റ്റ് നമ്മൾ പഠിച്ച പവർ ഓഫ് എ ഫംഗ്ഷൻ റൂൾ വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് ക്യൂബ് ആണ്. അതായത് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ ഹോൾ ക്യൂബ്. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ ഹോൾ ക്യൂബ്. നമ്മൾക്കറിയാം പവർ 3 ആണ്. സോ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ. പവറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 1 കുറക്കുന്നു. 3 മൈനസ് 1 2. അതായത് നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ ടൈംസ് ജി ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. സോ നമ്മുടെ ഈ കേസിൽ എൻ എന്ന് പറയുന്നത് 3 ആണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ ആണ്. സോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് എൻ ടൈംസ്, സോ 3 ഇൻറ്റു ജി ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1. അതായത് നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ റേസ് ടു എൻ മൈനസ് 1 3 മൈനസ് 1 ഇൻറ്റു സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ്. അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ. നമ്മുടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ ആണ്. സോ നമ്മൾക്കിത് അറിയാം, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്, എക്സ് റേസ് ടു 4 ആണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എക്സ് റേസ് ടു എൻ ഡെറിവേറ്റീവ് എന്താണ്, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. സോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 4 എന്ന് പറയുന്നത് 4 ഇൻറ്റു എക്സ് റേസ് ടു 4 മൈനസ് 1 പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, 2x സ്ക്വയർ ആണ്. സോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട്, നമ്മൾ കോൺസ്റ്റന്റിനെ ഡെറിവേറ്റീവിന് പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾക്ക് 2 പുറത്തെടുക്കും, 2 ഇൻറ്റു ബാക്കി നമുക്ക് വരാം എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x ഇൻറ്റു 2x. സോ വിച്ച് ഇസ് ഈക്വൽ ടു 4x ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 2x, ദാറ്റ് ഈസ് 4x. സോ നമുക്ക് കിട്ടും 4x ക്യൂബ് പ്ലസ് 4x. സോ നമ്മൾ പവർ ഓഫ് എ ഫംഗ്ഷൻ റൂൾ വെച്ചിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 4 പ്ലസ് 2x സ്ക്വയർ ഹോൾ ക്യൂബ്. സോ നമ്മൾ എ പ്ലസ് ബി ഹോൾ ക്യൂബിന് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. സോ നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. നമ്മുടെ എ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 പ്ലസ് ബി എന്ന് പറയുന്നത് 2x സ്ക്വയർ ഹോൾ ക്യൂബ്. സോ നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്, എ ക്യൂബ് ആണ്. സോ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 4 ഹോൾ ക്യൂബ്. നമുക്കറിയാം എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ടേം ഇവിടെ വരെ നമ്മൾക്ക് എക്സ് റേസ് ടു 4 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു 4 ഇൻറ്റു 3, അതായത് എക്സ് റേസ് ടു 12 വരും. പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, 3a സ്ക്വയർ ബി ആണ്. സോ 3a സ്ക്വയർ, എ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ എ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 ആണ്. സോ എക്സ് റേസ് ടു 4 സ്ക്വയർ ഇൻറ്റു ബി, ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ടേം 2x സ്ക്വയർ. നമ്മൾക്ക് എന്ത് വരും, 3 ഇൻറ്റു 2 നമ്മൾക്ക് 6 കിട്ടും. എക്സ് റേസ് ടു 4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മളെ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് കിട്ടും, എക്സ് റേസ് ടു 4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു 8 ആയിരിക്കും. സോ ഇൻറ്റു എക്സ് സ്ക്വയർ. സോ നമ്മൾക്ക് അവിടെ ഉള്ളത് എക്സ് റേസ് ടു 8 ഇൻറ്റു എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആയിരിക്കും. സോ എക്സ് റേസ് ടു 8 ഇൻറ്റു എക്സ് റേസ് 2 എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 8 പ്ലസ് 2 10 ആയിരിക്കും.
സോ നമുക്ക് സെക്കൻഡ് ടേമിൽ എക്സ് റേസ് ടു 10 വരും. അതുപോലെ തന്നെ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 3ab² ആണ്. അതായത് 3 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് റേസ് ടു 4 ഇൻറ്റു b². ബി എന്ന് പറഞ്ഞാൽ 2x² ആണ്. b² എന്ന് പറയുന്ന സമയത്ത് ഹോൾ സ്ക്വയർ വരും. അപ്പൊ നമ്മൾക്ക് സെക്കൻഡ് ടേം എന്ത് കിട്ടും? ഇവിടെ ഒരു എക്സ് റേസ് ടു 4 ഉണ്ട്, ഇവിടെ നമുക്ക് x² ഹോൾ സ്ക്വയർ കിട്ടും. x² ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു 4 കിട്ടും. സോ നമുക്ക് ഈ എക്സ് റേസ് ടു 4ഉം ഇവിടുത്തെ എക്സ് റേസ് ടു 4ഉം കൂടിയിട്ട് എക്സ് റേസ് ടു 8 കിട്ടും. ഇനി നമ്മൾക്ക് ഇവിടെ 2² വരും, കാരണം ഇത് ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹോൾ സ്ക്വയർ ആണ്. സോ ഈ സ്ക്വയർ എന്ന് പറയുന്നത് 2നും കൂടി കിട്ടും. സോ ഈ 2² എന്ന് പറയുന്നത് 4 നമുക്ക് കിട്ടും. 4 ഇൻറ്റു 3 നമുക്ക് 12 കിട്ടും. സോ 12 എക്സ് റേസ് ടു 8. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ പ്രകാരം b³ ആണ്. നമ്മുടെ b എന്ന് പറഞ്ഞാൽ 2x² ആണ്. സോ പ്ലസ് 2x² ഹോൾ ക്യൂബ്. സോ 2x² ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാം 2³ എന്ന് പറഞ്ഞാൽ 8, ബാക്കിയുള്ളത് x² ഹോൾ ക്യൂബ് ആണ്. സോ നമ്മുടെ a റേസ് ടു m ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a റേസ് ടു m ഇൻറ്റു n ആണ്. സോ x² ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് റേസ് ടു 6 കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെറിവേറ്റീവ് പവർ റൂൾ വെച്ച് കണ്ടുപിടിക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ എക്സ്പാൻഡ് ചെയ്ത് കിട്ടിയതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് റേസ് ടു 12 ആണ്. സോ അത് എക്സ് റേസ് ടു n എന്ന ഫോമിലാണ് ഉള്ളത്. നമുക്കറിയാം എക്സ് റേസ് ടു n ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു എക്സ് റേസ് ടു n-1 ആണ്. സോ എക്സ് റേസ് ടു 12ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഇൻറ്റു എക്സ് റേസ് ടു 12-1, അതായത് 12 ഇൻറ്റു എക്സ് റേസ് ടു 11 കിട്ടും. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 6 എക്സ് റേസ് ടു 10 ആണ്. 6 കോൺസ്റ്റന്റ് ആണ്, 6 നമ്മൾ പുറത്ത് വെച്ചു. സോ 6 ഇൻറ്റു ബാക്കി വരാ എക്സ് റേസ് ടു 10 ആണ്. സോ എക്സ് റേസ് ടു 10ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു എക്സ് റേസ് ടു 10-1 വിച്ച് ഇസ് ഈക്വൽ ടു 60 എക്സ് റേസ് ടു 9. സോ നമുക്ക് സെക്കൻഡ് ടേം കിട്ടുക 60 എക്സ് റേസ് ടു 9. തേർഡ് ടേം എന്ന് പറയുന്നത് 12 എക്സ് റേസ് ടു 8 ആണ്. 12 കോൺസ്റ്റന്റ് ആണ്, 12 നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എക്സ് റേസ് ടു 8 ആണ്. എക്സ് റേസ് ടു 8ന്റെ ഡെറിവേറ്റീവ് 8 ഇൻറ്റു എക്സ് റേസ് ടു 8-1. സോ നമുക്ക് കിട്ടാം 96 എക്സ് റേസ് ടു 7 പ്ലസ് നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു എക്സ് റേസ് ടു 6. 8 കോൺസ്റ്റന്റ് ആണ്, 8 പുറത്തെടുത്തു, ബാക്കിയുള്ളത് എക്സ് റേസ് ടു 6 ആണ്. എക്സ് റേസ് ടു 6ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു എക്സ് റേസ് ടു 6-1. സോ നമുക്ക് എന്ത് കിട്ടും? 48 എക്സ് റേസ് ടു 5 എന്ന് കിട്ടും. നമ്മളിപ്പോ ചെയ്തത്, നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 4 പ്ലസ് 2x². സോ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് ഹോൾ ക്യൂബ് ആണ്. സോ നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? ആദ്യം നമ്മുടെ പവർ ഓഫ് എ ഫംഗ്ഷൻ റൂൾ നമ്മളിപ്പം പഠിച്ച ഡെഫിനിഷൻ പ്രകാരം നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമ്മൾ ആദ്യം എക്സ്പാൻഡ് ചെയ്യുന്നു. a പ്ലസ് ബി ഹോൾ ക്യൂബ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. സോ നമ്മൾ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് ആൻസറും സെയിം ആണോ ചെക്ക് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. സോ നമ്മൾക്ക് ഫസ്റ്റ് ആൻസർ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എക്സ് റേസ് ടു 4 പ്ലസ് 2x² ഹോൾ സ്ക്വയർ ഇൻറ്റു 4x³ പ്ലസ് 4x. സോ നമ്മൾ ഇതൊന്ന് ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾക്ക് ഫൈനൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. സോ നമ്മളിവിടെ ചെയ്തത് ഡെറിവേറ്റീവ് ഡയറക്റ്റ് നമ്മൾ പവർ റൂൾ വെച്ച് എടുത്താലും അതിന് പകരം നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് എടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് ഒക്കെ സെയിം ആയിരിക്കും എന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, d/ds ഓഫ് x റേസ് ടു 4 പ്ലസ് 2x³ പ്ലസ് 3 ഹോൾ റേസ് ടു 8. സോ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എക്സ് അല്ല എസ് ആണുള്ളത്, അതുകൊണ്ടാണ് d/ds നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഫംഗ്ഷൻ നമ്മൾ യു ആയിട്ട് വിളിക്കാം. യു ഈക്വൽ ടു എസ് റേസ് ടു 4 പ്ലസ് 2x³ പ്ലസ് 3. സോ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് d/ds ഓഫ് എസ് റേസ് ടു 4 പ്ലസ് 2x³ പ്ലസ് 3 ഹോൾ റേസ് ടു 8. സോ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട് d/dx ഓഫ് ജി ഓഫ് എക്സ് ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ n ഇൻറ്റു ജി ഓഫ് എക്സ് റേസ് ടു n-1 ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. സോ നമ്മൾക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം.
അതായത് പവർ എന്താണോ ആ പവർ കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ പവർ എന്ന് പറയുന്നത് 8 ആണ്. സോ 8 ഇൻറ്റു നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് ഫംഗ്ഷനിൽ നിന്ന് പവറിൽ നിന്ന് 1 കുറക്കാം. സോ ഇവിടെ ജി ഓഫ് എക്സ് ഹോൾ റേസ് ടു എൻ വരുന്ന സമയത്ത് നമ്മൾക്ക് ജി ഓഫ് എക്സ് ഹോൾ റേസ് ടു എൻ മൈനസ് 1 വരും. സോ നമ്മുടെ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എസ് റേസ് ടു 4 പ്ലസ് 2s ക്യൂബ് പ്ലസ് 3 ആണ്. സോ അതിന്റെ പവറിൽ നിന്ന് നമ്മൾ 1 കുറക്കുന്നു. 8 മൈനസ് 1 7. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്, അതായത് നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് എസ് റേസ് ടു 4 പ്ലസ് 2s ക്യൂബ് പ്ലസ് 3 ആണ്. അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഫസ്റ്റ് ടേം അതുപോലെ എഴുതുന്നു, സെക്കൻഡ് ടേമിൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേമിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എസ് റേസ് ടു 4 ആണ്. സോ നമുക്കറിയാം എസ് റേസ് ടു 4ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എസ് റേസ് ടു 4 മൈനസ് 1, അതായത് 4s ക്യൂബ്. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 2s ക്യൂബ് ആണ്. സോ 2 കോൺസ്റ്റന്റ് ആണ്, 2 അവിടെ പുറത്തെടുത്തു. 2 ഇൻറ്റു ബാക്കി വരാം എസ് ക്യൂബ്. എസ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എസ് സ്ക്വയർ. സോ നമുക്ക് കിട്ടും 6s സ്ക്വയർ. സോ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 6s സ്ക്വയർ. പ്ലസ് തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്, നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 0 ആണ്. സോ നമുക്ക് അവിടെ തേർഡ് ടേം ഉണ്ടാവില്ല. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 8 ഇൻറ്റു എസ് റേസ് ടു 4 പ്ലസ് 2s ക്യൂബ് പ്ലസ് 3 ഹോൾ റേസ് ടു 7 ഇൻറ്റു 4s ക്യൂബ് പ്ലസ് 6s സ്ക്വയർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 27 ഇൻറ്റു എക്സ് റേസ് ടു 4 പ്ലസ് 3x പ്ലസ് 1 ഹോൾ റേസ് ടു 8. സോ നമുക്കിത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ക്ലിയർ ആണ്. നമുക്കിവിടെ പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 27 ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 പ്ലസ് 3x പ്ലസ് 1 ഹോൾ റേസ് ടു 8. സോ ഇത് പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എന്താണ് പ്രൊഡക്റ്റ് റൂൾ? ഡി ബൈ ഡി എക്സ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ u ആൻഡ് v എന്ന് പറയുന്നത് u ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 27 ആണ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 പ്ലസ് 3x പ്ലസ് 1 ഹോൾ റേസ് ടു 8 ആണ്. സോ നമ്മൾക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, യു ഡാഷും കണ്ടുപിടിക്കണം, വി ഡാഷും കണ്ടുപിടിക്കണം. അതായത് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷനും കണ്ടുപിടിക്കണം, ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. സോ നമ്മൾക്ക് ആദ്യം ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അതായത് നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന സമയത്ത് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 27. സോ നമ്മുടെ ഇക്വേഷൻ ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ഹോൾ റേസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു ജി ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. സോ നമ്മുടെ എൻ എന്ന് പറയുന്നത് ഇവിടെ 27 ആണ്. സോ എൻ ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു എൻ മൈനസ് 1. എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 27 മൈനസ് 1 26 ഇൻറ്റു സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണ്, ജി ഡാഷ് ഓഫ് എക്സ് ആണ്. അതായത് നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 1ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. സോ പ്ലസ് 0. സോ ഇതാണ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ് റേസ് ടു 4 പ്ലസ് 3x പ്ലസ് 1 ഹോൾ റേസ് ടു 8 ആണ്. സോ ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം. സോ പവർ കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 8 ഇൻറ്റു നമ്മുടെ ഫംഗ്ഷൻ എക്സ് റേസ് ടു 4 പ്ലസ് 3x പ്ലസ് 1 റേസ് ടു n മൈനസ് 1, അതായത് 8 മൈനസ് 1 7 ഇൻറ്റു നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, നെക്സ്റ്റ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ആണ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 4 പ്ലസ് 3x പ്ലസ് 1 ആണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് റേസ് ടു 4 പ്ലസ് 3x പ്ലസ് 1, ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 4 ആണ്. സോ എക്സ് റേസ് ടു 4ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു
എക്സ് റേസ് ടു 4-1 പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 3x ആണ്. 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, നമുക്ക് ഡെറിവേറ്റീവിന് പുറത്തെടുക്കാം. സോ 3 ഇൻറ്റു ബാക്കി വരാ എക്സ് ആണ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് തേർഡ് ടേം എന്ന് പറയുന്നത് 1 ആണ്, കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. സോ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x³ പ്ലസ് 3 എന്ന് കിട്ടും. സോ നമ്മൾക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ y എന്ന് പറയുന്നത്. y എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് y എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ. സോ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും, dy/dx കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if f of u equal to u cube plus 2 and g of x equal to x square plus 1 whole square, what is h equal to f composition g? സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ജി തന്നിട്ടുണ്ട്. നമുക്ക് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് കോമ്പോസിഷൻ ജി നമുക്ക് കണ്ടുപിടിക്കണം. സോ നമ്മൾ എടുക്കുന്നു എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ എഫ് ഓഫ് യു എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് യു എന്ന് പറയുന്നത് യു ക്യൂബ് പ്ലസ് 2 ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ച് ആണ്, അതായത് എച്ച് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾക്ക് എച്ച് എന്ന് പറയുന്നതിനെ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുണ്ട്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എഫ് എന്ന് പറയുന്നത് ആക്ച്വലി ഫംഗ്ഷൻ ഓഫ് യു ആണ്. എഫ് ഓഫ് യു ഈക്വൽ ടു യു ക്യൂബ് പ്ലസ് 2. പക്ഷെ ഇവിടെ നമ്മുടെ ഇൻപുട്ട് യു ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ യു ക്യൂബ് വരും. നമ്മുടെ ഇവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. സോ യുക്ക് പകരം നമുക്കുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. സോ നമ്മുടെ ഇക്വേഷനിൽ യുക്ക് പകരം എന്തിട്ട് കൊടുക്കാം, എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇട്ട് കൊടുക്കാം. അതായത് യു ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ, ഇതാണ് നമ്മുടെ യു ക്യൂബ് ഹോൾ ക്യൂബ് പ്ലസ് 2. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു എം എൻ ആണ്. സോ ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 1, നമ്മൾക്ക് ഒരു സ്ക്വയർ ഉണ്ട്, ഹോൾ ക്യൂബ് ഉണ്ട്. സോ 2 × 3 6. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 6 പ്ലസ് 2. ഇതാണ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു 6 പ്ലസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 5. ഫൈൻഡ് എഫ് കോമ്പോസിഷൻ ജി ആൻഡ് ജി കോമ്പോസിഷൻ എഫ്. അത് നമുക്ക് രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ കോമ്പോസിഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 5. നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്. സോ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് നമുക്ക് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് 5 ആണ്. സോ എക്സ് ക്യൂബ് മൈനസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, എഫ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ്. സോ നമ്മൾ എക്സ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എഫ് തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആയിരിക്കും. സോ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് 5 ആണ്. സോ നമ്മുടെ ഔട്ട്പുട്ടിൽ എക്സിന് പകരം എന്തിട്ട് കൊടുക്കാം, എക്സ് ക്യൂബ് മൈനസ് 5 ഇട്ട് കൊടുക്കാം, അതായത് റൂട്ട് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 5. സോ ഇതാണ് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത്. ഇനി ജി കോമ്പോസിഷൻ എഫ് കണ്ടുപിടിക്കാം.
ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ്. സോ ജി ഓഫ് റൂട്ട് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് ജി എന്ന് പറയുന്ന ഫംഗ്ഷന് നമ്മൾ എക്സ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് എക്സ് ക്യൂബ് മൈനസ് 5. ഇനി നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്ന റൂട്ട് എക്സ് ആവുന്ന സമയത്ത് നമ്മൾ ഈ എക്സിനെ റൂട്ട് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അതായത് റൂട്ട് എക്സ് ഹോൾ ക്യൂബ് മൈനസ് 5. സോ നമുക്കിത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ റൂട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു 1/2 ആണ്. സോ എക്സ് റേസ് ടു 1/2 ഹോൾ ക്യൂബ് മൈനസ് 5. എഗെയിൻ നമുക്ക് ഇവിടെ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഫോമിലാണ് ഉള്ളത്. സോ എ റേസ് ടു എം എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് റേസ് ടു 1/2 into 3 minus 5 which is equal to x raised to 3/2 minus 5. സോ ഇതാണ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് റൂട്ട് ഓഫ് 1 plus x square divided by 2 plus 1 plus x square whole cube as composition of simpler functions. സോ നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ന്യൂമറേറ്ററിൽ ഒരു 1 plus x square എന്നുള്ള ടേം ഉണ്ട്, അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലും ഒരു 1 plus x square എന്നുള്ള ടേം ഉണ്ട്. സോ നമ്മൾ എടുക്കാം 1 plus x square നമ്മൾ ഒരു ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. g of x equal to 1 plus x square. സോ ഇനി എവിടെയൊക്കെ 1 plus x square ഉണ്ടോ അവിടെ നമുക്ക് എന്തിട്ട് കൊടുത്താൽ മതി? g of x ഇട്ട് കൊടുത്താൽ മതി. f of u ഡിഫൈൻ ചെയ്യാം. f of u equal to root u, f of u equal to root u divided by 2 plus u cube. നമുക്ക് യുക്ക് പകരം g of x ഇട്ട് കൊടുക്കാം. f of g of x equal to root g of x divided by 2 plus g of x cube. So which is equal to root of g of x എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ g of x എന്ന് പറഞ്ഞാൽ 1 plus x square ആണ്. സോ റൂട്ട് ഓഫ് 1 plus x square divided by 2 plus g of x cube, അതായത് 1 plus x square whole cube. സോ ഇതാണ് നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഗിവൺ ഫംഗ്ഷനെ കമ്പോസിഷൻ ഓഫ് 2 ഫംഗ്ഷൻസ് ആയിട്ടാണ് എഴുതേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു g of x equal to 1 plus x square and f of u equal to root u by 2 plus u cube. നെക്സ്റ്റ് ടോപ്പിക് ചെയിൻ റൂൾ. സോ ചെയിൻ റൂളിൽ നമ്മൾ നോക്കുന്നത് ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. അതായത് നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. സോ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. സോ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ എഫിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു, എഫ് ഡാഷ് അറ്റ് ജി ഓഫ് എക്സ്. ഇനി നമ്മൾ ഉള്ളിലേക്ക് വരാം. ഉള്ളിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ജി ഓഫ് എക്സ് ആണ്. സോ ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. സോ ഇതാണ് കമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതായത് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. അതായത് ടു ഡിഫറൻഷിയേറ്റ് കോമ്പോസിഷൻ എഫ് ഓഫ് ജി ഓഫ് എക്സ്, ഡിഫറൻഷിയേറ്റ് ജി അറ്റ് എക്സ്. ഡിഫറൻഷിയേറ്റ് ജി അറ്റ് എക്സ് എന്ന് പറയുന്ന മീനിങ് എന്താണ്? ഫൈൻഡ് ജി ഡാഷ് ഓഫ് എക്സ്, ജിയുടെ വാല്യൂ അറ്റ് ജി ഡാഷിന്റെ വാല്യൂ അറ്റ് എക്സിൽ. ഡിഫറൻഷിയേറ്റ് എഫ് അറ്റ് ജി ഓഫ് എക്സ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ജി ഓഫ് എക്സ്, അതായത് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ്. സോ ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിഷൻ, ഡെറിവേറ്റീവ് ഓഫ് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്നത് എന്താണ്? എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ നോക്കാം, എഫ്, അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സോ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ്. ഇനി ഉള്ളിലേക്ക് വരാം. ഉള്ളിലുള്ള ഫംഗ്ഷൻ എന്താണ്? ജി ഓഫ് എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം, ജി ഡാഷ് ഓഫ് എക്സ്. സോ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എഫ് കോമ്പോസിഷൻ ജി, അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഇതിനാണ് നമ്മൾ എന്ത് പറയാം? ചെയിൻ റൂൾ എന്ന് പറയാം. നെക്സ്റ്റ് ചെയിൻ റൂൾ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. വെരിഫൈ ചെയിൻ റൂൾ ഫോർ എഫ് ഓഫ് യു ഈക്വൽ ടു യു സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിഷൻ ആണ്. സോ എന്റെ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുക എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഫ് ഓഫ്
എഫ് ഓഫ് യു എന്താണ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് എഫ് ഓഫ് യു ഈക്വൽ ടു യു സ്ക്വയർ. നമ്മൾ എഫിന് യു ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, യു സ്ക്വയർ ആണ്. സോ എഫിന്റെ ഇൻപുട്ട് ജി ഓഫ് എക്സ് ആകുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ജി ഓഫ് എക്സിന്റെ സ്ക്വയർ ആയിരിക്കും, ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇനി ജി ഓഫ് എക്സ് എന്താണ്, ജി ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 1 ആണ്. സോ ജി ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആയിരിക്കും. നമുക്കതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സോ അത് വെച്ചിട്ട് നമുക്ക് എക്സ് ക്യൂബ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, എ സ്ക്വയർ, എ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ പ്ലസ് 2ab 2 ടൈംസ് എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ. അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്, എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ ആണ്. നമ്മൾക്കറിയാം എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം എൻ ആണ്. സോ ഇവിടെ നമുക്ക് ടേം എന്താണ്, എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ. അപ്പൊ അതെന്ത് വരും, എക്സ് റേസ് ടു 3 ഇൻറ്റു 2 6 വരും പ്ലസ് 2 എക്സ് ക്യൂബ് പ്ലസ് 1. സോ ഇതാണ് നമ്മുടെ എന്ത്, എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കമ്പോസിഷൻ ആണ്, എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് റേസ് ടു 6 പ്ലസ് 2 എക്സ് ക്യൂബ് പ്ലസ് 1 ആണ്. ഇനി നമുക്ക് എച്ചിന്റെ ഡെറിവേറ്റീവ് എടുക്കാം, എച്ച് ഡാഷ് ഓഫ് എക്സ്. അതായത് നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്, എക്സ് റേസ് ടു 6 ആണ്. നമുക്കറിയാം എക്സ് റേസ് 6ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 6 ഇൻറ്റു എക്സ് റേസ് ടു 6 മൈനസ് 1 പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണ്, 2 എക്സ് ക്യൂബ് ആണ്. എന്താണ് 2 എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ്, 2 എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന സമയത്ത് 2 എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. 2 നമ്മൾ പുറത്തു വെക്കുന്നു. ബാക്കിയുള്ളത് എന്താണ്, എക്സ് ക്യൂബ്. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3 എക്സ് സ്ക്വയർ. സോ നമുക്ക് എന്ത് കിട്ടും, 2 ഇൻറ്റു 3 6 എക്സ് സ്ക്വയർ എന്ന് കിട്ടും. സോ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 6 എക്സ് സ്ക്വയർ പ്ലസ് തേർഡ് ടേം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. നമുക്കറിയാം കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. സോ നമുക്ക് കിട്ടുക എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 6 എക്സ് റേസ് ടു 5 പ്ലസ് 6 എക്സ് സ്ക്വയർ എന്ന് കിട്ടും. സോ നമ്മളിപ്പോൾ ചെയ്തത് എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിഷൻ കണ്ടുപിടിച്ചു. പക്ഷെ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത്, നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ എച്ച് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ എച്ച് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. സോ ഇത് ഫസ്റ്റ് മെത്തേഡ്. ഇനി നമുക്ക് ചെയിൻ റൂൾ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ചെയിൻ റൂൾ എന്താണ് പറയുന്നത്, എഫ് ഓഫ് ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ആണ്. സോ ഇതിനു വേണ്ടി നമുക്ക് എന്ത് വേണം, ഡെറിവേറ്റീവ് ഓഫ് എഫ് വേണം, അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് ജി വേണം. സോ നമുക്കറിയാം നമ്മുടെ എഫ് എന്ന് പറയുന്നത് എന്താണ്, യു സ്ക്വയർ ആണ്. എഫ് ഓഫ് യു എന്ന് പറയുന്നത് യു സ്ക്വയർ ആണ്. സോ യു സ്ക്വയർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, 2u. അതായത് യു സ്ക്വയർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്താണ്, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. സോ ഇവിടെ നമ്മുടെ എക്സിന് പകരം എന്താണ്, യു ആണ്. സോ യു സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഇൻറ്റു യു റേസ് ടു 2 മൈനസ് 1, അതായത് 2u എന്ന് കിട്ടും. സോ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് യു എന്ന് പറയുന്നത് എന്താണ്, 2u കിട്ടി. നെക്സ്റ്റ് ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്ക് വേണം. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് വേണം. സോ ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി ജി ഓഫ് എക്സിന്റെ ഫസ്റ്റ് ടേം എന്താണ്, എക്സ് ക്യൂബ് ആണ്. നമുക്കറിയാം എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 3 എക്സ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. 1ന്റെ ഡെറിവേറ്റീവ് 0. സോ നമുക്ക് എന്ത് കിട്ടും, ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 എക്സ് സ്ക്വയർ എന്ന് കിട്ടും. സോ ഇനി നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. എന്താണ് ചെയിൻ റൂള്, ചെയിൻ റൂള് പ്രകാരം ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ആണ്. സോ നമ്മുടെ എഫ് ഡാഷ് എന്താണ്, എഫ് ഡാഷ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് യു എന്ന് പറയുന്നത് 2u ആണ്. അതായത് നമ്മളിവിടെ എഫ് ഡാഷിന് യു ഇൻപുട്ട് ആയി കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2u ആയിരിക്കും. പക്ഷേ ചെയിൻ റൂൾ പ്രകാരം നമ്മളുടെ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് എഫ് ഡാഷിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ജി ഓഫ് എക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2 ടൈംസ് ജി ഓഫ് എക്സ് ആയിരിക്കും എന്ത് കിട്ടാം, ഔട്ട്പുട്ട് കിട്ടാം, വിച്ച് ഇസ് ഈക്വൽ ടു 2 ടൈംസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ജി ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1. സോ നമുക്ക് കിട്ടും 2 ടൈംസ് എക്സ് ക്യൂബ് പ്ലസ് 1. സോ ഇതാണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അതായത് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 2 ടൈംസ്
എക്സ് ക്യൂബ് പ്ലസ് 1 ആയിരിക്കും. ഇൻറ്റു സെക്കൻഡ് ടേം എന്ന് പറയുന്നതാണ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ജി ഡാഷ് ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു, 3x². സോ ഇൻറ്റു 3x². സോ നമുക്ക് ഇത് ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 6x⁵ പ്ലസ് 6x². സോ നമുക്ക് നോക്കാം, നമ്മൾ ആദ്യം എന്താ ചെയ്തത്, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സിനെ എക്സ്പാൻഡ് ചെയ്തു, അതിനുശേഷം ഡെറിവേറ്റീവ് എടുത്തു. സോ അത് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ എക്സ്പാൻഡ് ഒന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ചെയിൻ റൂൾ അപ്ലൈ ചെയ്തു. സോ രണ്ട് കേസിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ഇതാണ് വെരിഫൈ ചെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം, എക്സ്പാൻഡ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം, അതുപോലെ തന്നെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സോ രണ്ടും സെയിം ആണെന്ന് കാണിച്ചാൽ മതി. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെരിഫൈ ചെയിൻ റൂൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/3x² - 2x + 1 ഹോൾ റേസ് ടു 100 ആണ്. സോ നമുക്ക് ഡിനോമിനേറ്ററിലാണ് നമ്മുടെ ഫംഗ്ഷൻ ഉള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫംഗ്ഷൻ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, സോ നമുക്ക് ഡിനോമിനേറ്ററിലാണ് ഫംഗ്ഷൻ ഉള്ളത്, ഡിനോമിനേറ്ററിലെ ഫംഗ്ഷന്റെ പവർ എന്ന് പറയുന്നത് 100 ആണ്. സോ ആ ഫംഗ്ഷൻ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് പോകുന്ന സമയത്ത് 3x² - 2x + 1 ഹോൾ റേസ് ടു -100 വരും. അതായത് ഡിനോമിനേറ്ററിലെ ടേം നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പവർ എന്താണോ ആ പവറിന്റെ നേരെ നെഗറ്റീവ് വാല്യൂ വരും. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 3x² - 2x + 1 ഹോൾ റേസ് ടു -100 എന്ന് എഴുതാം. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഡാഷ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്, നമ്മൾക്കറിയാം x⁻n ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ n × x⁻n−1. സോ അത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ഫംഗ്ഷൻ 3x² - 2x + 1 ഹോൾ റേസ് ടു -100 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ n എന്ന് പറയുന്നത് -100 ആണ്. സോ -100 ഇൻറ്റു നമ്മുടെ ഫംഗ്ഷൻ 3x² - 2x + 1 റേസ് ടു പവർ എന്താണ് വരിക, n-1 ആണ്. സോ നമ്മുടെ n എന്ന് പറയുന്നത് -100 - 1 കഴിഞ്ഞില്ല, ഇൻറ്റു ചെയിൻ റൂൾ പ്രകാരം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ആണ്. സോ അതായത് നമ്മൾ എന്ത്, ആദ്യം എഫിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഇനി ഉള്ളിലേക്ക് വരാം, ഉള്ളിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, ഉള്ളിലുള്ള ഫംഗ്ഷൻ ജിയുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ നമ്മുടെ ഉള്ളിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഉള്ളിലുള്ള ഫംഗ്ഷൻ 3x² - 2x + 1 ആണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സോ 3x² - 2x + 1. സോ ഇതിന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ടേം നോക്കാം. ഫസ്റ്റ് ടേമില് 3 കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുത്തു, ബാക്കിയുള്ളത് x², x² ഡെറിവേറ്റീവ് 2x മൈനസ് സെക്കൻഡ് ടേം 2x ആണ്, അതിൽ 2 കോൺസ്റ്റന്റ് ആണ്, 2 പുറത്തെടുത്തു, ബാക്കിയുള്ളത് x ഡെറിവേറ്റീവ് 1 പ്ലസ് തേർഡ് ടേം എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. സോ നമുക്ക് കിട്ടും 6x - 2. സോ ഇൻറ്റു 6x - 2 ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് റൂട്ട് ഓഫ് x² - 5. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x³ - 5. സോ ഞാൻ ഈ x³ - 5നെ u എന്ന് വിളിക്കാം, u ഈക്വൽ ടു x³ - 5. സോ എൻ്റെ റൂട്ട് ഓഫ് x³ - 5 എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് u ആയിരിക്കും. ഇനി റൂട്ട് ഓഫ് x³ - 5നെ y എന്ന് വിളിച്ചു കഴിഞ്ഞാൽ y ഈക്വൽ ടു റൂട്ട് u ആണ്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, y എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് u ആയിട്ട് കിട്ടി. സോ ഇപ്പൊ നമ്മുടെ y എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് u ആണ്. സോ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു u കണ്ടുപിടിക്കാം. കാരണം നമ്മുടെ y എന്തായിരുന്നു, ആദ്യം y എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് x ആയിരുന്നു, നമ്മൾ അതിനെ എന്താക്കി മാറ്റി, ഫംഗ്ഷൻ ഓഫ് u ആക്കി മാറ്റി. സോ ഇനി y-യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ എന്ത് കണ്ടുപിടിക്കും, വിത്ത് റെസ്പെക്ട് ടു u കണ്ടുപിടിക്കാം, അതായത് dy/du. സോ dy/du ഈക്വൽ ടു നമുക്കറിയാം y എന്ന് പറയുന്നത് എന്താണ്, y എന്ന് പറയുന്നത് റൂട്ട് u ആണ്. റൂട്ട് യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു u എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. എപ്പോഴാണ് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആവുക, റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് 1/2 റൂട്ട് എക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് റൂട്ട് യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു u എന്ന് പറയുന്നത് 1/2 റൂട്ട് u ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു, dy/du കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ശരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy/dx ആണ്. സോ dy/dx കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ
എഴുതാം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, സോ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഡി വൈ ബൈ ഡി യു നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. സോ ഇതിന്റെ കൂടെ ഞാനൊരു ഡി യു ബൈ ഡി എക്സും കൂടി മൾട്ടിപ്ലൈ ആണ്. കാരണം നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ആണെങ്കിൽ ഡി യു ക്യാൻസൽ ആയി കഴിഞ്ഞാൽ, ആക്ച്വലി ഇവിടെ ക്യാൻസൽ, നമ്മൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഡി യു പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്താ കിട്ടാം, ഡി വൈ ബൈ ഡി യു കിട്ടും. സോ നമുക്ക് എന്ത് എഴുതാം, ഡി വൈ ബൈ ഡി എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. നമ്മൾ ഓൾറെഡി ഡി വൈ ബൈ ഡി യു കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ഡി യു ബൈ ഡി എക്സ് ആണ്. സോ ഡി യു ബൈ ഡി എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. എന്തുകൊണ്ടാണ്, നമ്മുടെ യു എന്ന് പറയുന്നത് എക്സ് ക്യൂബ് മൈനസ് 5 ആണ്. സോ യു എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. യു എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മുടെ യു എന്ന് പറയുന്നത് എന്താണ്, എക്സ് ക്യൂബ് മൈനസ് 5 ആണ്. സോ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് 5 എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ മൈനസ് 5ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. സോ നമുക്ക് ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് കിട്ടും 3x² എന്ന് കിട്ടും. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി യു എന്ന് പറയുന്നത് 1/2√u ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3x². ഇനി അഗെയിൻ നമ്മൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് യു ആണ്, അതുപോലെ തന്നെ ഫംഗ്ഷൻ ഓഫ് എക്സും ആണ്. സോ നമ്മൾ ഈ യുവിനെ റീപ്ലേസ് ചെയ്യുന്നു. നമ്മൾ ഈ ഫംഗ്ഷൻ ഡി വൈ ബൈ ഡി എക്സിനെ ഫംഗ്ഷൻ ഓഫ് എക്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ യുവിനെ റീപ്ലേസ് ചെയ്യാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1/2 യു എന്ന് പറഞ്ഞാൽ എന്താണ്, യു എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് 5 ആണ്. സോ എക്സ് ക്യൂബ് മൈനസ് 5 ഇൻറ്റു 3x². ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. നമ്മുടെ y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, y എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 5 ആണ്. നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 5 ഇൻറ്റു 3x² ആണ്. നെക്സ്റ്റ്, റാഷണൽ പവർ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്, പവർ എടുക്കാം n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. ഇനി നമ്മൾ എക്സിന് പകരം ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു ആർ ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ്, ഒരു റാഷണൽ നമ്പർ ആണ്. ആർ എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണ്. നമ്മൾ എക്സ് റേസ് ടു എൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഈ n എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് ഇൻറ്റീജേഴ്സ് ആണ്, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. പക്ഷെ ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ്, റാഷണൽ നമ്പർ ആണ്. അതായത് എന്താണ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ, എ നമ്പർ ഓഫ് ദ ഫോം പി ബൈ ക്യൂ ഈസ് കോൾഡ് റാഷണൽ നമ്പർ. സോ പവർ റാഷണൽ ആണെങ്കിൽ, എന്ത് പവർ ആണ്, ഒരു ഫംഗ്ഷന്റെ പവർ റാഷണൽ ആയിട്ട് വരികയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കണം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ അതിനു മുമ്പ് നമ്മൾ നോക്കാൻ പോകുന്നത് ജസ്റ്റ് നമ്മൾക്ക് എക്സ് റേസ് ടു 1/n ന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. എക്സ് റേസ് ടു 1/n ന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. സോ നമ്മൾ എടുക്കാം y ഈക്വൽ ടു എക്സ് റേസ് ടു 1/n. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. എക്സ് റേസ് ടു 1/n ന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം. സോ എന്താണ് എക്സ് റേസ് ടു 1/n എന്ന് പറഞ്ഞാൽ, എക്സ് റേസ് 1/n എന്ന് പറഞ്ഞാൽ nth റൂട്ട് ഓഫ് എക്സ് ആണ്. അതായത് എക്സ് റേസ് ടു 1/2 എന്ന് പറയുന്നതാണ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എക്സ് റേസ് ടു 1/3 ആണ് ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ് റേസ് ടു 1/n ആണ് nth റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ എക്സ് റേസ് ടു 1/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, nth റൂട്ട് ഓഫ് എക്സ് ആണ്. സോ nth റൂട്ട് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതിനുവേണ്ടി ഞാൻ എടുക്കുന്നു y ഈക്വൽ ടു എക്സ് റേസ് ടു 1/n. സോ y ഈക്വൽ ടു എക്സ് റേസ് ടു 1/n ആണെങ്കിൽ y റേസ് ടു n എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് ആയിരിക്കും. എന്ത് ചെയ്യാം, നമുക്ക് y ഈക്വൽ ടു എക്സ് റേസ് ടു 1/n ആണ്. രണ്ട് സൈഡിൽ നമ്മൾക്ക് എന്തെടുക്കാം, ഹോൾ റേസ് ടു n എടുക്കാം. അതായത് y ഈക്വൽ ടു എക്സ് റേസ് ടു 1/n. രണ്ട് സൈഡിൽ ഞാൻ ഹോൾ റേസ് ടു n എടുക്കുന്നു. y റേസ് ടു n ഈക്വൽ ടു എക്സ് റേസ് ടു 1/n ഹോൾ റേസ് ടു n. ഇപ്പൊ നമുക്ക് ഏത് ഫോമിലാണ് ഉള്ളത്, എ റേസ് ടു m ഹോൾ റേസ് ടു n ഫോമിലാണ് ഉള്ളത്. അതായത് എ റേസ് ടു m ഇൻറ്റു n, അതായത് എക്സ് റേസ് ടു 1/n ഇൻറ്റു n, അതായത് എക്സ് റേസ് ടു n/n വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്. സോ നമ്മുടെ y ഈക്വൽ ടു എക്സ് റേസ് ടു n ആണെങ്കിൽ, y ഈക്വൽ ടു എക്സ് റേസ് ടു 1/n ആണെങ്കിൽ y റേസ് ടു n എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് ആയിരിക്കും. ഇനി രണ്ട് സൈഡിൽ നമ്മൾ എന്ത് എടുക്കാം,
ഡി ബൈ ഡി എക്സ് എടുക്കാം, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കാം. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ റേസ് ടു എൻ ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. നമ്മൾക്ക് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ അറിയാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണ്. സോ ആ ഇക്വേഷൻ നമ്മൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് വൈ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഇൻറ്റു വൈ റേസ് ടു എൻ മൈനസ് വൺ. നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ആണ് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. അത് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് റേസ് ടു എൻ ആണ്, ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കാം? ചെയിൻ റൂൾ പ്രകാരം നമുക്ക് ശരിക്കും കിട്ടുക എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ആണ് നമുക്ക് കിട്ടുക. അതായത് ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈ റേസ് ടു എൻ ആണ്. സോ വൈ റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നമ്മൾ കിട്ടുക ഇക്വേഷൻ പ്രകാരം എൻ ഇൻറ്റു വൈ റേസ് ടു എൻ മൈനസ് വൺ. അവിടെ നിർത്താൻ വേണ്ടി പാടില്ല, കാരണം നമ്മൾക്ക് ഡി വൈ റേസ് ടു എൻ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം, എൻ ഇൻറ്റു വൈ റേസ് ടു എൻ മൈനസ് വൺ. ഇനി ഉള്ളിലുള്ള ഫംഗ്ഷൻ നോക്കാം. ഉള്ളിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വൈ ആണ്. സോ വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. സോ ഡെറിവേറ്റീവ് ഓഫ് വൈ റേസ് ടു എൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു വൈ റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ നമ്മൾക്കിപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ റേസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു വൈ റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. നമ്മൾക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ആണ്. സോ നമ്മുടെ ഇക്വേഷൻ 2ഉം ഇക്വേഷൻ 3ഉം നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷൻ 1ലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് ഓഫ് വൈ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഇൻറ്റു വൈ റേസ് ടു എൻ മൈനസ് വൺ ഡി വൈ ബൈ ഡി എക്സ്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റൈറ്റ് ഹാൻഡ് സൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? വൺ. സോ നമുക്ക് കിട്ടും എൻ ഇൻറ്റു വൈ റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു വൺ. നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. സോ ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വെക്കുന്നു, ബാക്കി ടേംസ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? വൺ ബൈ എൻ ഇൻറ്റു വൈ റേസ് ടു എൻ മൈനസ് വൺ. സോ നമ്മൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? വൺ ബൈ എൻ ഇൻറ്റു വൈ റേസ് ടു എൻ മൈനസ് വണ്ണിന് വൺ ബൈ എൻ ഇൻറ്റു വൺ ബൈ വൈ റേസ് ടു എൻ മൈനസ് വൺ എന്ന് എഴുതാം. ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഡിനോമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പവർ എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. സോ നമ്മൾക്ക് എന്ത് എഴുതാം? വൺ ബൈ എൻ ഇൻറ്റു എന്റെ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ ആണ് വൈ റേസ് ടു എൻ മൈനസ് വൺ എന്ന് പറയുന്നത്. സോ ഞാൻ ഈ വൈ റേസ് ടു എൻ മൈനസ് വണ്ണിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പവർ എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. അതായത് വൈ റേസ് ടു മൈനസ് ഓഫ് എൻ മൈനസ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ എൻ ഇൻറ്റു വൈ റേസ് ടു മൈനസ് എൻ പ്ലസ് വൺ. ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ എൻ ഇൻറ്റു വൈ റേസ് ടു വൺ മൈനസ് എൻ. സോ നമുക്ക് കിട്ടാം വൺ ബൈ എൻ ഇൻറ്റു വൈ റേസ് ടു വൺ മൈനസ് എൻ. ഇനി നമ്മുടെ കയ്യിലുള്ളത് വൈ റേസ് ടു വൺ ബൈ എൻ എന്ന് പറയുന്നത്, സോറി വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ് റേസ് ടു വൺ ബൈ എൻ ആണ്. സോ നമ്മളിവിടെ വൈക്ക് പകരം എക്സ് റേസ് ടു വൺ ബൈ എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് വൺ ബൈ എൻ ഇൻറ്റു എക്സ് റേസ് ടു വൺ ബൈ എൻ ഹോൾ റേസ് ടു വൺ മൈനസ് എൻ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് വൺ ബൈ എൻ ഇൻറ്റു എക്സ് റേസ് ടു വൺ ബൈ എൻ ഹോൾ റേസ് ടു വൺ മൈനസ് എൻ. നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതായത് വൺ ബൈ എൻ ഇൻറ്റു എക്സ് റേസ് ടു വൺ ബൈ എൻ ഇൻറ്റു വൺ മൈനസ് എൻ. സോ വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ എൻ ഇൻറ്റു എക്സ് റേസ് ടു വൺ മൈനസ് എൻ ബൈ എൻ വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ എൻ ഇൻറ്റു നമുക്ക് ഡിനോമിനേറ്റർ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. എക്സ് റേസ് ടു വൺ ബൈ എൻ മൈനസ് വൺ. അത് നമ്മൾക്കറിയാം എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് വൺ. അതായത് നമ്മൾ പവർ കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം പവർ ഒന്ന് കുറച്ച് കൊടുക്കും. അതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ ഫംഗ്ഷൻ y എന്ന് പറയുന്നത് എക്സ് റേസ് ടു വൺ ബൈ എൻ ആണെങ്കിൽ നമ്മൾ ആദ്യം പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് പവർ ഒന്ന് കുറച്ച് കൊടുക്കുന്നു. സോ സെയിം ഇക്വേഷൻ നമുക്ക് കിട്ടുക വൺ ബൈ എൻ ഇൻറ്റു
എക്സ് റേസ് ടു 1/n-1. ഇവിടെ എന്നിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 1/n ഇട്ട് കൊടുത്താൽ മതി. സോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 1/n വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/n ഇൻറ്റു എക്സ് റേസ് ടു 1/n-1. സോ നമ്മൾ എല്ലാ റാഷണൽ നമ്പേഴ്സും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ആകെ യൂസ് ചെയ്ത റാഷണൽ നമ്പേഴ്സ് എന്താണ്? 1/n ഫോമിലുള്ള റാഷണൽ നമ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ ബാക്കിയുള്ള റാഷണൽ നമ്പേഴ്സിന്റെ കേസാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ റാഷണൽ നമ്പർ ജനറൽ ഫോം നമുക്കറിയാം. റാഷണൽ നമ്പർ ജനറൽ ഫോം എന്ന് പറയുന്നത് p/q ഫോമിലായിരിക്കും. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു p/q ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ കയ്യിലുള്ളത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 1/n എന്ന് പറയുന്നത് എന്താണ്? 1/n ഇൻറ്റു എക്സ് റേസ് ടു 1/n-1 ആണ്. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു n എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു എക്സ് റേസ് ടു n-1 ആണ്. സോ ഈ രണ്ട് ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു p/q കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് റേസ് ടു p/q നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 1/q ഹോൾ റേസ് ടു p എന്ന് എഴുതാം. നമ്മൾക്കറിയാം എ റേസ് ടു m ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ റേസ് ടു m ഇൻറ്റു n ആണ്. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? എ റേസ് ടു m ഹോൾ റേസ് ടു n ഫോമിലാണ് ഉള്ളത്. അതായത് എ റേസ് ടു m ഇൻറ്റു n. സോ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് റേസ് ടു p/qനെ എക്സ് റേസ് ടു 1/q ഹോൾ റേസ് ടു p എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത് എന്തിൻ്റെയാണ്? d/dx ഓഫ് എക്സ് റേസ് ടു p/q ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് d/dx ഓഫ് എക്സ് റേസ് ടു 1/q ഹോൾ റേസ് ടു p. ഓക്കെ, ഇനി നമ്മൾക്കറിയാം നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ആണ് എക്സ് റേസ് ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു എക്സ് റേസ് ടു n-1 ആണ്. സോ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് സം ഫംഗ്ഷൻ റേസ് ടു p ആണുള്ളത്. സോ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. p ഇൻറ്റു എക്സ് റേസ് ടു 1/q റേസ് ടു p-1 ഇൻറ്റു ചെയിൻ റൂൾ പ്രകാരം നമുക്ക് എന്ത് ചെയ്യണം? പുറത്തത്തെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞു. ഇനി ഉള്ളിലുള്ള ഡെറിവേറ്റീവ് എടുക്കണം. ഉള്ളിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് റേസ് ടു 1/q ആണ്. സോ എക്സ് റേസ് ടു 1/n ഡെറിവേറ്റീവ് നമുക്കറിയാം. സോ നമുക്ക് ആ ഫോമുല അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ എക്സ് റേസ് ടു 1/qന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/q ഇൻറ്റു എക്സ് റേസ് ടു 1/q-1. സോ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇൻറ്റു 1/q ഇൻറ്റു എക്സ് റേസ് ടു 1/q-1. ഓക്കെ, ഇനി നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നമ്മൾക്ക് ഇവിടെ ഒരു p ഉണ്ട് ബൈ q ഉണ്ട്. സോ അതിനൊന്നിച്ച് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു p/q ഇൻറ്റു ബാക്കി നമുക്ക് എന്താണുള്ളത്? ഒരു എക്സ് റേസ് ടു 1/q റേസ് ടു p-1 ഉണ്ട്. എക്സ് റേസ് ടു 1/q-1 ഉണ്ട്. നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടും എക്സ് റേസ് ടു p/q-1. അതായത് നമ്മളുടെ എക്സ് റേസ് ടു p/qന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? p/q എക്സ് റേസ് ടു p/q-1. അത് സെയിം മെത്തേഡാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് എക്സ് റേസ് ടു p/qന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു നെക്സ്റ്റ് എന്ത് ചെയ്യാം? പവറിന് ഒന്ന് കുറക്കാം. സോ p/q ഇൻറ്റു എക്സ് റേസ് ടു p/q-1. ഇതാണ് എന്ത്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു p/q എന്ന് പറയുന്നത്. സോ നമുക്ക് ജനറലൈസ് ചെയ്യാം. അതായത് ടു ഡിഫറൻഷിയേറ്റ് എ പവർ f of x ഹോൾ റേസ് ടു r where r is a rational number. സോ ഒരു ഫംഗ്ഷൻ റേസ് ടു ഒരു റാഷണൽ നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? നമ്മൾ ആദ്യം പവർ ഇൻറ്റു നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? പവർ ഒന്ന് കുറക്കാം. സോ r ഇൻറ്റു എഫ് ഓഫ് എക്സ് റേസ് ടു r-1 ഇൻറ്റു ചെയിൻ റൂൾ പ്രകാരം ഉള്ളിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യാം ഇൻറ്റു f ഡാഷ് ഓഫ് എക്സ്. സോ ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. d/dx ഓഫ് എഫ് ഓഫ് എക്സ് റേസ് ടു r എന്ന് പറയുന്നത് r ഇൻറ്റു എഫ് ഓഫ് എക്സ് റേസ് ടു r-1 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഡിഫറൻഷിയേറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് x സ്ക്വയർ പ്ലസ് 1/3 x സ്ക്വയർ പ്ലസ് എക്സ് റേസ് 1/3 ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് എക്സ്. സോ നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി നമ്മുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 1/3 ഡിവൈഡ് ബൈ റൂട്ട് എക്സ്. സോ നമുക്കതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു 3x സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 1/3
ഇനി നമ്മുടെ ഡിനോമിനേറ്റർ എന്താണ്? ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ആണ്. ഡിവൈഡ് ബൈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 1/2 വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിൽ കൊണ്ടുപോകാം. അപ്പൊ എന്താ സംഭവിക്കാം? അതിന്റെ പവർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും. അതായത് 3x² പ്ലസ് x² പ്ലസ് എക്സ് റേസ് ടു 1/3 ഇൻറ്റു എക്സ് റേസ് ടു -1/2. നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു 3x² പ്ലസ് x² ഇൻറ്റു എക്സ് റേസ് ടു -1/2 പ്ലസ് എക്സ് റേസ് ടു 1/3 ഇൻറ്റു എക്സ് റേസ് ടു -1/2. നമ്മൾക്കറിയാം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താണ്? എ റേസ് ടു എം പ്ലസ് എൻ ആണ്. സോ നമ്മുടെ സെക്കൻഡ് ടേം നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ടേം നമുക്ക് എന്താണുള്ളത്? x² ഇൻറ്റു എക്സ് റേസ് ടു -1/2. നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. x² ഇൻറ്റു എക്സ് റേസ് ടു -1/2 എന്ന് പറയുന്നത് എന്താണ്? എക്സ് റേസ് ടു 2 പ്ലസ് -1/2, അതായത് എക്സ് റേസ് ടു 2 -1/2. അതെന്താ വരെ നമുക്ക്? എക്സ് റേസ് ടു 3/2. സോ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 3x² പ്ലസ് എക്സ് റേസ് ടു 3/2. തേർഡ് ടേം നോക്കാം. തേർഡ് ടേം എന്താണ്? തേർഡ് ടേം എന്ന് പറയുന്നത് എക്സ് റേസ് ടു 1/3 ഇൻറ്റു എക്സ് റേസ് ടു -1/2 ആണ്. സോ എങ്കിൽ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. എക്സ് റേസ് ടു 1/3 ഇൻറ്റു എക്സ് റേസ് ടു -1/2 ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 -1/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു -1/6. സോ തേർഡ് ടേം എന്ന് പറയുന്നത് എക്സ് റേസ് ടു -1/6. സോ നമ്മുടെ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു? ഫംഗ്ഷൻ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുക 3x² പ്ലസ് എക്സ് റേസ് ടു 3/2 പ്ലസ് എക്സ് റേസ് ടു -1/6. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. സോ ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3x² ആണ്. സോ 3x² 3 കോൺസ്റ്റന്റ് ആണ്. 3 പുറത്തെടുത്തു. ബാക്കിയുള്ള നമുക്ക് എന്താണ്? x² ആണ്. x² ഡെറിവേറ്റീവ് 2x. സോ 3 ഇൻറ്റു 2x നമുക്ക് എന്ത് കിട്ടും? 6x. സോ ഡെറിവേറ്റീവ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 6x കിട്ടും. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? എക്സ് റേസ് ടു 3/2 ആണ്. സോ ഇതിന്റെ ഡെറിവേറ്റീവ് നോക്കണം. നമുക്ക് ഇത് ഏത് ഫോമിലാണ് ഉള്ളത്? എക്സ് റേസ് ടു p/q ഫോമിലാണ് ഉള്ളത്. നമ്മുടെ ഫോമുല എന്താണ്? p/q എക്സ് റേസ് ടു p/q -1, അതായത് 3/2 എക്സ് റേസ് ടു 1/2. സോ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3/2 എക്സ് റേസ് ടു 1/2. തേർഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ടേം എക്സ് റേസ് ടു -1/6 ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ വരാ? -1/6 എക്സ് റേസ് ടു -1/6 -1, അതായത് നമുക്ക് കിട്ടാം -1/6 എക്സ് റേസ് ടു -7/6. സോ നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? 6x പ്ലസ് 3/2 എക്സ് റേസ് ടു 1/2. നമുക്ക് ഓൾറെഡി അറിയാം എക്സ് റേസ് ടു 1/2 എന്ന് പറയുന്നത് എന്താണ്? √x ആണ്. നെക്സ്റ്റ് തേർഡ് ടേമിൽ നമുക്ക് എക്സ് റേസ് ടു -7/6 ആണുള്ളത്. നമ്മൾ ഡിനോമിനേറ്ററിലെ ടേം ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്താവും? പവർ നെഗറ്റീവ് ആയിട്ട് മാറും. തിരിച്ച് സെയിം പ്രോസസ് ന്യൂമറേറ്ററിലെ ടേം നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഒരു നെഗറ്റീവ് സൈനും കൂടി വരും. സോ ഇവിടെ ന്യൂമറേറ്ററിലാണ് എന്തുള്ളത്? എക്സ് റേസ് ടു -7/6 ഉള്ളത്. ഡിനോമിനേറ്റർ വരുന്ന സമയത്ത് നെഗറ്റീവ് ആയിട്ട് മാറും, എക്സ് റേസ് ടു 7/6. സോ നമുക്ക് കിട്ടാം 6x പ്ലസ് 3/2 √x മൈനസ് 1/6 എക്സ് റേസ് ടു 7/6. Next question, differentiate g of x equal to g of x equal to 9x cube plus 10 whole raised to 5/3. So ഇവിടെ നമ്മൾ f of x എന്ന ഫംഗ്ഷൻ 9x cube plus 10 ആയിട്ട് എടുക്കാം. സോ f of x equal to 9x cube plus 10. നമ്മുടെ പവർ എന്ന് പറയുന്നത് ഏത് ഫോമിലാണുള്ളത്? റാഷണൽ ഫോമിലാണുള്ളത്. സോ r equal to 5/3. സോ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. f of x എന്ന് പറയുന്നത് എന്താണ്? f of x equal to 9x cube plus 10. സോ f dash of x കണ്ടുപിടിക്കാം. f dash of x equal to ഫസ്റ്റ് ടേം എന്താണ്? 9 ആണ്. 9 into x cube ആണ്. സോ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കോൺസ്റ്റന്റിനെ പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. സോ 9 into ബാക്കിയുള്ളത് എന്താണ്? x cube ആണ്. x ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇൻറ്റു 3x² പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. 10 ഡെറിവേറ്റീവ് 10 കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് 10 ഡെറിവേറ്റീവ് എന്താണ്? 0 ആയിരിക്കും. സോ വിച്ച് ഇസ് ഈക്വൽ ടു 27x². സോ എഫ് ഡാഷ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ നമ്മൾക്ക് ജിയുടെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ജി എന്ന് പറയുന്നത് എന്താണ്? 9x³ plus 10 raised to 5/3. സോ നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. ചെയിൻ റൂൾ പ്രകാരം നമുക്ക് എന്താണ്? ആദ്യം പവർ ഇൻറ്റു 5/3 ഇൻറ്റു
നമ്മുടെ ഫംഗ്ഷൻ റേസ് ടു 5/3 - 1, അതായത് നമുക്ക് എന്ത് കിട്ടും 2/3 ആയിട്ടില്ല. ചെയിൻ റൂൾ പ്രകാരം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഈ ഉള്ളിലുള്ള ഫംഗ്ഷൻ. ഉള്ളിലുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് നമ്മളോട് കണ്ടുപിടിച്ച് കഴിഞ്ഞു 27x². സോ നമുക്ക് എന്ത് കിട്ടും 45x² ഇൻറ്റു 9x³ പ്ലസ് 10 റേസ് ടു 2/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അതായത് നമ്മുടെ y എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, ആൻഡ് x² പ്ലസ് y² ഈക്വൽ ടു 1. x² പ്ലസ് y² ഈക്വൽ ടു 1 നമുക്ക് തന്നിട്ടുണ്ട്. അതായത് അതൊരു റിലേഷൻ ആണ്, റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. സോ നമുക്ക് എന്തുണ്ട്, y എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെന്നുണ്ട്, അതുപോലെ തന്നെ x² പ്ലസ് y² ഈക്വൽ ടു 1. എക്സും വൈ നമ്മൾ റിലേഷൻ തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് dy/dx ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy/dx ആണ്. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കയ്യിലുള്ള റിലേഷൻ എന്താണ്, x² പ്ലസ് y² ഈക്വൽ ടു 1 ആണ്. സോ എന്ത് ചെയ്യാം, രണ്ട് സൈഡും ഡെറിവേറ്റീവ് എടുക്കാം. ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്, x² പ്ലസ് y² ആണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കാൻ കാരണം നമുക്ക് y എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടി പറ്റും. സോ d/dx ഓഫ് x² പ്ലസ് y². നമുക്കറിയാം ഡെറിവേറ്റീവിന്റെ പ്രോപ്പർട്ടി പ്രകാരം ഡെറിവേറ്റീവ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. d/dx ഓഫ് x² പ്ലസ് d/dx ഓഫ് y². ഫസ്റ്റ് ടൈം നമുക്ക് വലിയ കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം എന്താണ്, d/dx ഓഫ് x² ആണ്. സോ നമുക്കറിയാം ഇക്വേഷൻ പ്രകാരം ഡെറിവേറ്റീവ് ഓഫ് x റേസ് ടു n എന്ന് പറഞ്ഞാൽ എന്താണ്, n ഇൻറ്റു x റേസ് ടു n - 1. സോ ഡെറിവേറ്റീവ് ഓഫ് 2x എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഇൻറ്റു x റേസ് ടു 2 - 1. നമുക്ക് എന്ത് കിട്ടും, 2x എന്ന് കിട്ടും. സെക്കൻഡ് ടേം എടുക്കുന്ന സമയത്ത്, സെക്കൻഡ് ടേമിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. അതായത് y² ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടും, 2y കിട്ടും. പക്ഷെ നമുക്ക് അവിടെ നിർത്താൻ വേണ്ടി പറ്റൂല. കാരണം എന്താണ്, y എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് തന്നിട്ടുണ്ട്. സോ y എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആയതുകൊണ്ട് തന്നെ ചെയിൻ റൂൾ പ്രകാരം എഗെയിൻ y-ന്റെ ഡെറിവേറ്റീവ് എടുക്കണം, dy/dx. സോ നമുക്ക് എന്താ കിട്ടുക, ഡെറിവേറ്റീവ് ഓഫ് x² പ്ലസ് y² എന്ന് പറയുന്നത് 2x പ്ലസ് 2y dy/dx ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. സോ റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1ന്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി, 2x പ്ലസ് 2y dy/dx ഈക്വൽ ടു 0 എന്ന് കിട്ടി. നമ്മൾക്ക് ഈ 2x എന്ത് ചെയ്യാം, 2xനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2y dy/dx ഈക്വൽ ടു -2x എന്ന് കിട്ടും. ഇനി dy/dx നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സോ കൂടെയുള്ള 2y നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ ബാക്കി നമുക്ക് വരാം dy/dx ഈക്വൽ ടു -2x/2y. 2 ക്യാൻസൽ ആയിപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈക്വൽ ടു -x/y. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ക്വസ്റ്റ്യൻ x പ്ലസ് d